ന്യായമായിട്ടും നിനക്കൂടെ അനുഭവിക്കേണ്ട ഒരു നന്മ ബോധപൂർവം മാറ്റി നിർത്തിയിട്ട് ചൂഷണത്തിലൂടെ സ്വാർത്ഥതയിലൂടെ അതിനെ കൈവശമാക്കാമെന്ന് വ്യാമോഹിക്കുന്നവരുടെ നടുവിൽ ഇല്ല, എൻ്റെ ദൈവം മകന് വേണ്ടി, എൻ്റെ പൈതലിന് വേണ്ടി, എൻ്റെ മകൾക്ക് വേണ്ടി ഞാനത് ചെയ്തു കൊടുക്കുമെന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ പ്രവൃത്തിയെ ദൈവം വെളിപ്പെടുത്താൻ പോകുന്നു. മോർണിംഗ് മന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം. വീണ്ടും ഒരു അനുഗ്രഹീതമായ പ്രഭാതം കർത്താവ് നമുക്ക് ദാനമായിട്ട് നൽകുന്നതോർത്ത് ദൈവത്തിന് നന്ദി പറയാം. പ്രാർത്ഥനയോടെ നമുക്കിന്നും ആമേൻ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ദൈവവേദനയിൽ നിന്ന് നിസ്സാരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടുന്നത് പോലെ ആമേൻ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിക്കളിക്കാമെന്ന് കണക്ക് കൂട്ടുന്ന വ്യാമോഹിക്കുന്ന ചിലരുണ്ട്. അവരുടെ നടുവിൽ നിനക്ക് അവകാശപ്പെട്ടത്, നിനക്ക് അർഹതപ്പെട്ടത് സ്വർഗം നൽകി തരാൻ പോകുന്നു. 1 ശമൂവേലിന്റെ പുസ്തകം 16-ാം അധ്യായം 11-ാമത്തെ വാക്യം. നിന്റെ പുത്രന്മാരെല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന്, ഇനി ആമേൻ ഉള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കുകയാകും എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട്, ആളയച്ചവനെ വരുത്തുക, ആര് വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കുകയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ചവനെ വരുത്തിച്ചു. എന്നാൽ അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ യഹോവ, എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്ത ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. എഴുന്നേറ്റ് ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് പറഞ്ഞു. കണ്ടോ, വീട്ടിനകത്തൊരു ഫംഗ്ഷൻ നടക്കുമ്പോൾ നിന്റെ മുഴുവൻ മക്കളെയും വീട്ടിനകത്ത് കൂട്ടണമെന്ന് പറഞ്ഞപ്പോൾ ബോധപൂർവം ആടിനെ തീറ്റുന്നവനെ മാറ്റി നിർത്തിയിട്ട് തിരസ്കരിച്ച് അവഗണിച്ച് ഒറ്റപ്പെടുത്തി നിസാരമായിട്ട് കണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പണ്ട് തട്ടുന്നത് പോലെ അവനെ മാറ്റി നിർത്തി ന്യായമായിട്ടും അവൻ ലഭിക്കപ്പെടേണ്ട അവകാശം അവനെ കൂടാതെ മറ്റുള്ളവർ അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞ് ബോധപൂർവം മാറ്റി നിർത്തിയ സ്ഥാനത്ത് ഇല്ല, ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റത്തില്ല. ഓ റാഖാമാന ശാന്തരെ, ദൈവത്തിനൊരിക്കലും തെറ്റുപറ്റത്തില്ല കുഞ്ഞെ. നിന്റെ വിഷയത്തോടുള്ള ബന്ധത്തിൽ നിനക്ക് അവകാശപ്പെട്ടത് വേറൊരിടത്ത് പോകത്തില്ല, പോകത്തില്ല, പോകത്തില്ല. നിനക്ക് തന്നെ അത് വരും. നീ മാറി നിന്നാലും, നിന്നെ മാറ്റി നിർത്തിയാലും, നിന്നെ ഒറ്റപ്പെടുത്തിയാലും ദൈവമാണോ വിഷയം ഏറ്റെടുത്തിരിക്കുന്നത്, നിശ്ചയമായിട്ടൊരു മറുപടി കണ്ടിരിക്കും. ഒരു സംശയവുമില്ല. ആമേൻ. നിന്റെ മക്കളെല്ലാവരുമായോ? കാരണം അഭിഷേകം വരുന്നുണ്ട്, പക്ഷെ ചലിക്കുന്നില്ലത്. അഭിഷേക തൈലവുമായിട്ട് ശമൂവേൽ പല തലകളുടെ മുമ്പിൽ ചെല്ലുമ്പോൾ ഈ അഭിഷേക തൈലം ചലിക്കുന്നില്ല. ആമേൻ. അഭിഷേകം വീഴാൻ പറ്റേ, പക്ഷേ അതിനെ വഹിക്കാൻ കഴിയുന്നവനില്ല. ആമേൻ. ആമേൻ. ആ തൈലം ആമേൻ. വീഴാനുള്ളവർ ഒത്തിരി പേര് അവിടെ ഉണ്ട്, വീഴാനുള്ള തലകൾ അവിടെ ഉണ്ട്, പക്ഷേ അഭിഷേകത്തെ വഹിക്കാനുള്ള തല അവിടെ ഇല്ല കേട്ടോ. അടുത്ത നിമിഷം ആമേൻ ദാവീദിനെ വിളിച്ചു വരുത്തുകയാ. അവനെ കണ്ടപ്പോൾ യഹോവ ശമൂവേലിനോട്, എഴുന്നേറ്റ് അവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകും. സഹോദരന്മാരുടെ നടുവിൽ, ഒറ്റപ്പെടുത്തിയവരുടെ നടുവിൽ, അങ്ങോട്ടും ഇങ്ങോട്ടും പന്ത് തട്ടുന്നത് പോലെ നിസാരമായി തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ സ്വർഗത്തിലെ ദൈവം മാനിച്ചു, സ്വർഗത്തിലെ ദൈവം ആദരിച്ചു. ആമേൻ. എൻ്റെ ഹൃദയപ്രകാരമുള്ള ദാവീദ് എന്ന് പറയത്തക്ക വിധത്തിൽ കാര്യങ്ങളെ ദൈവം തിരിച്ചെങ്കിൽ ഈ ശബ്ദം എന്നോട് നിങ്ങളോടുവാ. കർത്താവിനെ സേവിക്കാൻ ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിൽ, ദൈവനാമത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചതിൻ്റെ പേരിൽ ഒറ്റപ്പെടലുകൾ നിങ്ങൾ അനുഭവിച്ചോ? നിശ്ചയമായിട്ടും ന്യായമായിട്ടും നിനക്ക് അവകാശപ്പെട്ടിരിക്കുന്നത് സ്വർഗം നിന്റെ കയ്യിൽ തന്നെ കൊണ്ടുതരും. ഒരു സംശയവുമില്ല കേട്ടോ. ദാവീദ് മാനിക്കപ്പെട്ടതുപോലെ, ദാവീദ് അനുഗ്രഹിക്കപ്പെട്ടതുപോലെ, ഇസ്രായേലിൻ്റെ മധുരഗായകനായിട്ട് പിന്നത്തേതിൽ ജനത്തെ നയിക്കാൻ ദൈവത്താൽ അവൻ തിരഞ്ഞെടുക്കപ്പെട്ടതുപോലെ ഒരു ന്യായമായിട്ടുള്ളൊരു മാന്യത, ന്യായമായിട്ടുള്ളൊരു അനുഗ്രഹം സ്വർഗം നിനക്ക് നൽകി തരാനായിട്ട് പോവുക. ആ ദൈവവരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുക. വിശ്വസ്ത സാക്ഷികളായിട്ട് മുന്നോട്ട് പോവുക. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് സ്തോത്രം. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും അസാധാരണമായ ദൈവപ്രവൃത്തികളെ കർത്താവ് കൽപ്പിച്ചാക്കണമേ എന്ന് ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ദൈവിക ജീവൻ കൽപ്പിക്കണം, ജീവൻ കൽപ്പിക്കണം. മഹത്വം അങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലസ് യു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. മോർണിംഗ് മന്ന സന്ദേശം ശ്രവിച്ചുകൊണ്ടിരുന്ന എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം. പാസ്റ്റർ ബിനു വട്ടപ്പാറ. ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി 9745600023 എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു: 97 45 60 00 23.
ദൈവം നമ്മേവരെയും അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.